ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓർബിറ്റ് ഓൺലൈൻ ക്ലാസ്സസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പുതിയ 2 ചാപ്റ്റേഴ്സ് ആണ്. ആ 2 ചാപ്റ്ററിൽ ആദ്യം ഒരു ചാപ്റ്റർ പിന്നെ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിന്റെ പേര് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. നല്ലൊരു ചാപ്റ്ററാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. മറ്റൊരു ചാപ്റ്റർ ഉണ്ട് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനും കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഈ 2 ചാപ്റ്റേഴ്സിനും വളരെ നല്ല ബന്ധമുണ്ട്. നല്ല ഇന്റർ കണക്റ്റഡ് ആയ 2 ചാപ്റ്റേഴ്സാണ് ഈ രണ്ടും. ഒന്ന് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, രണ്ടാമത്തത് കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അല്ലെങ്കിൽ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ഈ 2 ചാപ്റ്ററും നമ്മളുടെ ബന്ധം എന്താണെന്നും അതെന്താ നമ്മുടെ ബോഡിയിൽ ചെലുത്തുന്ന കാര്യങ്ങളൊന്നും പഠിക്കാനുണ്ട്. അതുകൊണ്ട് +1 ഏറ്റവും അവസാനത്തെ ചാപ്റ്ററും അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററും എങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്ന് പഠിക്കാം. തുടങ്ങാം നമുക്ക്. ചാപ്റ്ററിൻ്റെ പേര് എഴുതുക നോട്ട്ബുക്കിൽ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഹെഡിങ് ചെയ്തതിനു ശേഷം നോട്ട്ബുക്ക് അടച്ചു വെക്കുക. ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് കൂടിച്ചേർന്നതാണ് സിസ്റ്റം. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇത് നമ്മുടെ ബോഡിയാണെന്ന് സങ്കല്പിക്കുക. ഈ ബോഡിയിൽ ഒത്തിരി ഒരു 3-4 ഓർഗൻസ് കൂടിച്ചേർന്നൊരു സിസ്റ്റം ഉണ്ടായി. അതുപോലെ കുറച്ച് ഓർഗൻസ് കൂടിച്ചേർന്ന് മറ്റൊരു സിസ്റ്റം ഉണ്ടായി. അതുപോലെ കുറച്ച് ഓർഗൻസ് കൂടിച്ചേർന്ന് മറ്റൊരു സിസ്റ്റം ഉണ്ടായി. അതുപോലെ കുറച്ച് ഓർഗൻസ് കൂടിച്ചേർന്ന് വേറൊരു സിസ്റ്റം ഉണ്ടായി. അങ്ങനെ കുറേ സിസ്റ്റംസ് ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും സിസ്റ്റംസ് വെച്ചു. അതിൽ ഈ സിസ്റ്റം റെസ്പിറേഷനെ സഹായിക്കുന്ന സിസ്റ്റമാണെന്ന് വിചാരിക്കുക. റെസ്പിറേഷനെ സഹായിക്കുന്ന സിസ്റ്റം. അതുകൊണ്ട് ഈ സിസ്റ്റത്തെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? റെസ്പിറേറ്ററി സിസ്റ്റം. അതുപോലെ മറ്റൊരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഏതാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജഷനെ സഹായിക്കുന്ന സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതുപോലെ സർക്കുലേഷനെ സഹായിക്കുന്ന സിസ്റ്റത്തെ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സർക്കുലേറ്ററി സിസ്റ്റം. അതുപോലെ എക്സ്ക്രീഷനെ സഹായിക്കുന്ന സിസ്റ്റത്തെ നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് വിളിച്ചു. അതുപോലെ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന സിസ്റ്റത്തെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് വിളിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു 5 സിസ്റ്റംസ് ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ വരച്ചു. 1 ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോർ ഡൈജഷൻ, 2 റെസ്പിറേറ്ററി സിസ്റ്റം ഫോർ റെസ്പിറേഷൻ, സർക്കുലേറ്ററി സിസ്റ്റം ഫോർ സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി സിസ്റ്റം ഫോർ എക്സ്ക്രീഷൻ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫോർ റീപ്രൊഡക്ഷൻ. അങ്ങനെ ഇത്രയും സിസ്റ്റംസ് നമ്മുടെ ബോഡിയിൽ നിന്ന് വിചാരിക്കും. ഒരുപാടുണ്ട്, 5 ഞാൻ പറഞ്ഞുള്ളൂ. ഈ 5 സിസ്റ്റംസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്തിനാ? ഡൈജഷൻ. റെസ്പിറേറ്ററി സിസ്റ്റം എന്തിനാ? റെസ്പിറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. സർക്കുലേറ്ററി സിസ്റ്റം എന്തിനാ? സർക്കുലേഷന് വേണ്ടി. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്തിനാ? റീപ്രൊഡക്ഷൻ. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്തിനാ? എക്സ്ക്രീഷൻ. ഓരോന്നിനും അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്. ആ പേരിൽ കൂടെ തന്നെ ഫംഗ്ഷൻ പഠിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ ദൈവം നമ്മുടെ ബോഡിയിൽ ഈ സിസ്റ്റംസ് അല്ലാതെ മറ്റു 2 സിസ്റ്റംസ് എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 സിസ്റ്റംസ് എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സിസ്റ്റമാണ് ഇത്, മറ്റൊരു സിസ്റ്റമാണ് ഇതെന്ന് വിചാരിച്ചോളൂ. ഈ സിസ്റ്റത്തെ നമ്മൾ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? നെർവസ് സിസ്റ്റം. രണ്ടാമത്തെ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ സിസ്റ്റം. എന്താ വിളിക്കുക? എൻഡോക്രൈൻ സിസ്റ്റം. നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും, ഈ 2 സിസ്റ്റംസ് എക്സ്ട്രാ ദൈവം നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 2 സിസ്റ്റത്തിൻ്റെയും ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജഷന് വേണ്ടി, റെസ്പിറേറ്ററി സിസ്റ്റം റെസ്പിറേഷന് വേണ്ടി, അതുപോലെ സർക്കുലേറ്ററി സിസ്റ്റം സർക്കുലേഷന് വേണ്ടി. പക്ഷേ ഈ 2 സിസ്റ്റം എന്തിനു വേണ്ടിയാണെന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റം എന്തിനു വേണ്ടിയാ? അങ്ങനെ പറയാൻ കഴിയില്ല. എൻഡോക്രൈൻ സിസ്റ്റം എന്തിനു വേണ്ടിയാ? അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ പറയാം, ഈ 2 സിസ്റ്റംസ് ഏതൊക്കെ? നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും നമ്മുടെ ദൈവം നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കി വെച്ച് എന്തിനാണെന്നറിയോ? നമ്മുടെ ബോഡിയിലെ ബാക്കി വരുന്ന എല്ലാ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയാണ് 2 സിസ്റ്റം നമ്മുടെ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദാറ്റ്സ് വൈ എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം, ബോത്ത് സിസ്റ്റംസ് ആർ doing the controlling and coordinating our other systems in our body. നമ്മുടെ ബോഡിയിലുള്ള മറ്റു സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടി ഉണ്ടാക്കി വെച്ച സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റവും നെർവസ് സിസ്റ്റവും. അതിൽ എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നു.
വിത്ത് ഹെൽപ്പ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് ഹോർമോൺ. നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് ഫങ്ഷണൽ യൂണിറ്റ് ന്യൂറോൺ. എന്തുകൊണ്ടാണ്? ന്യൂറോൺ കൊണ്ട്. അപ്പം നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറോൺ കൊണ്ടും എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺ കൊണ്ടും ആണ് എന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. മാത്രമല്ല എൻഡോക്രൈൻ സിസ്റ്റം ന്യൂറോൺ കൊണ്ടല്ല ഹോർമോൺ കൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് അത് വളരെ സ്ലോ പ്രോസസ്സായിരിക്കും. വളരെ സ്ലോ പ്രോസസ്സാണ് എൻഡോക്രൈൻ സിസ്റ്റം നടത്തുന്നത്. നേരെ മറിച്ച് നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് വളരെ ഫാസ്റ്റാണ്, ക്വിക്കാണ്, പോയിന്റ് ടു പോയിന്റ് കോർഡിനേഷൻ ആണ്. ആ 3 പോയിന്റ് ഓർത്ത് വെക്കണം. ക്വിക്കാണ്, ഫാസ്റ്റാണ്, പോയിന്റ് ടു പോയിന്റ് കോർഡിനേഷൻ ആണ് നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടും പോയിന്റ് ടു പോയിന്റ് ആയിട്ടും കോർഡിനേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഏത്? നെർവസ് സിസ്റ്റം. വളരെ സ്ലോ ആയിട്ട് നമ്മുടെ ബോഡി ലൈഫ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. നമുക്ക് ഇന്നത്തെ ഈ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്റർ കൂടെ നമുക്ക് പഠിക്കാനുള്ളതും ആരെക്കുറിച്ചാണ്? ഈ എൻഡോക്രൈൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? എൻഡോക്രൈൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് മക്കൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടി ചോദിക്കുന്നു, എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഹോർമോൺ കൊണ്ടാണ്. ഹോർമോൺ ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. ഹോർമോൺ എന്ന് പറയുന്ന കെമിക്കലിന് 4 പ്രത്യേകതയുണ്ട്. ഹോർമോൺ എന്ന് പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്ന കെമിക്കലിന് 4 പ്രത്യേകത ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് അത് മെസ്സഞ്ചറായി പ്രവർത്തിക്കും. ഇറ്റ് ആക്ട് ആസ് എ മെസ്സഞ്ചർ ഓഫ് ദി സെൽ. സെൽസിൻ്റെ മെസ്സഞ്ചറാണ് ഹോർമോൺ. മാത്രമല്ല ഹോർമോണിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഇറ്റ് പ്രൊഡ്യൂസ് ഓൺലി ട്രേസ് എമൗണ്ട്. വളരെ ട്രേസ് എമൗണ്ട് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മൂന്നാമത്തെ പ്രത്യേകത മോളിക്കുലാർ വെയിറ്റ് കുറവായിരിക്കും. നാലാമത്തെ പ്രത്യേകത നോൺ ന്യൂട്രിയൻ്റായ ഒരു കെമിക്കലാണ്. നോൺ ന്യൂട്രിയൻ്റായ ഒരു കെമിക്കലാണ് ഹോർമോൺ. അപ്പോൾ ഹോർമോണിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, നോൺ ന്യൂട്രിയൻ്റ് ആണ്, മോളിക്കുലാർ വെയിറ്റ് കുറവാണ്, ട്രേസ് എമൗണ്ട് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഇറ്റ് ആക്ട് ആസ് എ മെസ്സഞ്ചർ ഓഫ് ദി സെൽ. അതാണ് ഹോർമോൺ. അതാവണം ഹോർമോൺ. ആ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ മറ്റുള്ള സിസ്റ്റത്തെ കൺട്രോളും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഏത് സിസ്റ്റം? എൻഡോക്രൈൻ സിസ്റ്റം. പക്ഷേ നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടും ക്വിക്കായിട്ടും പോയിന്റ് ടു പോയിന്റ് കോർഡിനേഷൻ നടത്തുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ന്യൂറോൺ. അപ്പം നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നു. ഈ ഹോർമോൺ എന്ന് പറയുന്ന കെമിക്കലിലെ 4 ക്യാരക്ടേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഹോർമോൺ എന്ന് പറയുന്ന കെമിക്കൽ നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഹോർമോൺസ് പ്രൊഡ്യൂസ് ഫ്രം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലേ? ആണ്. പക്ഷേ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് മാത്രമല്ല ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടേക്ക് നോക്കി 1 മിനിറ്റ് സമയം മതി ഹോർമോൺ ആരാ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പഠിക്കാൻ. ഓക്കെ, ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആസ് വെൽ ആസ് അതർ ഓർഗൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടേക്ക് നോക്കണേ, ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 പേരുണ്ട്. ഒന്ന് നിങ്ങൾ പറയും പോലെ ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. രണ്ടാമത്തത് ആരാണ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വെരി ഗുഡ്, ഓർഗൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, ഓർഗൻസ് ആണ്. അപ്പോൾ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പേരാണ്. ഓർഗൻസും പ്രൊഡ്യൂസ് ചെയ്യും, എൻഡോക്രൈൻ ഗ്ലാൻഡ്സും പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഏതൊക്കെ ഓർഗൻസ് ആ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ ഓർഗൻ ഹാർട്ടാണ്. ആരാണ്? ഹാർട്ട്. രണ്ടാമത്തെ ഓർഗൻ കിഡ്നിയാണ്. ആരാണ്? കിഡ്നി. മൂന്നാമത്തെ ഓർഗൻ GIT, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് അല്ലെങ്കിൽ അലിമെൻ്ററി കനാൽ എന്ന് പറയുന്ന ട്രാക്റ്റ് ആണ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ 3 ഓർഗൻസ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. 1 ഹാർട്ട്, 2 കിഡ്നി, 3 GIT. അപ്പോൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെ ചോദിച്ചാൽ ഹാർട്ട്, കിഡ്നി, GIT. ലിവർ എന്ന് പറയുന്നൊരു ഗ്ലാൻഡ് ഉണ്ട്, മനുഷ്യബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ്. അതും ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അതിപ്പോൾ ഇവിടെ പഠിക്കേണ്ട, ഓർഗൻസ് ആദ്യം പഠിക്കാം. അപ്പോൾ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ഹാർട്ട്, കിഡ്നി, GIT. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാർട്ട് ഏത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് ഇവിടെ എഴുതാൻ പോവുകയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ANF, ആട്രിയോ നെട്രി യൂററ്റിക് ഫാക്ടർ എന്നാണ് ഫുൾ ഫോം. ANF. ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ANF. ANFിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ
വാസോ കൺസ്ട്രിക്ടർ ആണ് ANF. വാസോ കൺസ്ട്രിക്ടർ ആ വാക്കിലുണ്ട് മുഴുവൻ. വാസോ കൺസ്ട്രിക്ടർ. വാസോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽ, കൺസ്ട്രിക്ടർ എന്ന് പറഞ്ഞാൽ ചുരുക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്താൽ, വലുതായാൽ, ആ ഡയലേറ്റ് ചെയ്ത ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്ത് അതിന്റെ ഡയമീറ്റർ കുറയ്ക്കാൻ വേണ്ടിയാണ് ആര്? ANF. അതായത് എപ്പോഴെങ്കിലും BP കുറയാവും. ഈ വോളിയം കുറയുമ്പോഴല്ലേ പ്രഷർ കൂടുക? അല്ല, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നതാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് ANF എന്ന് പറഞ്ഞ ഹോർമോൺ വന്ന് ഈ വോളിയം കുറക്കും. കാരണം ഇറ്റ് ആക്ട് ആസ് എ വാസോ കൺസ്ട്രിക്ടർ. ആ BP കൂടും. അപ്പോൾ ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണിന്റെ പേരാണ് ANF. ANFന്റെ ഫംഗ്ഷൻ വാസോ കൺസ്ട്രിക്ടർ. രണ്ടാമത്തെ ഓർഗനാണ് കിഡ്നി. കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് ഇവിടേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം, എരിത്രോപോയിറ്റിൻ എന്ന് പറയും. എരിത്രോപോയിറ്റിൻ. കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് എരിത്രോപോയിറ്റിൻ. എരിത്രോ എന്ന് പറഞ്ഞാൽ RBC. എരിത്രോ എന്ന് പറഞ്ഞാൽ RBC. പോയിറ്റിൻ എന്ന് പറഞ്ഞാൽ ഫോമേഷന് സഹായിക്കുക, പോയിസിനെ സഹായിക്കുക. അപ്പോൾ എരിത്രോപോയിസിനെ, ഫോമേഷൻ ഓഫ് RBCയെ സഹായിക്കുക, രക്തങ്ങൾ ഉണ്ടാവാൻ, രക്തസെൽസുകൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഹോർമോണാണ് എരിത്രോപോയിറ്റിൻ. ദാറ്റ്സ് വൈ കിഡ്നി ആൾസോ ആക്ട് ആസ് എ എരിത്രോപോയിറ്റിക് ഓർഗൻ എന്ന് വിളിക്കാറുണ്ട്. ബ്ലഡ് ഫോമേഷൻ സഹായിക്കുന്ന ഓർഗനാണ് കിഡ്നി എന്ന് വിളിക്കാറുണ്ട്. കാരണം കിഡ്നി എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഏത്? എരിത്രോപോയിറ്റിൻ. ഇതിനെ സഹായിക്കുക? ഫോമേഷൻ ഓഫ് RBC. ദാറ്റ് മീൻസ് എരിത്രോപോയിസിസ്. എരിത്രോപോയിസിസ് എന്ന് പറഞ്ഞാൽ ഫോമേഷൻ ഓഫ് RBC. എരിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞാൽ അതിന് സഹായിക്കുന്ന ഹോർമോൺ. ഇതാണ് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഇനി മൂന്നാമത്തെ ഓർഗനാണ് GIT, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്. അപ്പോൾ അടുത്ത ഓർഗനാണ് GIT, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്, അല്ലെങ്കിൽ അലിമെന്ററി കനാൽ എന്ന് പറയും. അലിമെന്ററി കനാൽ. ഇവർ 4 ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഒന്നാമത്തെ ഹോർമോണിന്റെ പേരാണ് ഗ്യാസ്ട്രിൻ. ഏതാണ്? ഗ്യാസ്ട്രിൻ. രണ്ടാമത്തെ ഹോർമോണിന്റെ പേര് സെക്രീറ്റിൻ. നോട്ട് ചെയ്യണേ, സെക്രീറ്റിൻ. മൂന്നാമത്തെ ഹോർമോണിന്റെ പേരാണ് CCK. നാലാമത്തെ ഹോർമോണിന്റെ പേരാണ് GIP. ഇങ്ങനെ 4 ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഏതൊക്കെയാണ് ഹോർമോൺ? ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, CCK, GIP. ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. GIP എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. CCKന്റെ ഫുൾ ഫോം കോളിസിസ്റ്റോകൈനിൻ. ഏതാണ്? കോളിസിസ്റ്റോകൈനിൻ. ഇങ്ങനെ 4 ഹോർമോണാണ് അലിമെന്ററി കനാൽ പ്രൊഡ്യൂസ് ചെയ്യുക. അതിൽ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോൺ ആക്ട് ചെയ്യൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിലാണ്. എവിടെ ആക്ട് ചെയ്യുക? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. സ്റ്റൊമക്കിലെ ഗ്ലാൻഡാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ട് ചെയ്താൽ അവിടുന്ന് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതായത് പെപ്സിനോജനും HCl എന്ന് പറയുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിലെ കണ്ടന്റുകൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ. അത് ഓർക്കേണ്ടത്, ഗ്യാസ്ട്രിൻ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യും, അവിടെ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്യാസ്ട്രിക് ജ്യൂസിലെ എലമെന്റുകളാണ് ഏതൊക്കെ? HClഉം അതുപോലെ പെപ്സിനോജൻ എന്ന് പറയുന്ന എൻസൈംസ് ഒക്കെ. ഗോട്ട് ഇറ്റ്? ഇനി രണ്ടാമത്തെ ഹോർമോണാണ് സെക്രീറ്റിൻ. ഈ സെക്രീറ്റിൻ ആക്ട് ചെയ്യൽ എവിടെയെന്ന് അറിയാമോ നിങ്ങൾക്ക്? പാൻക്രിയാസിലാണ്. എവിടെ ആക്ട് ചെയ്യുക? പാൻക്രിയാസ്. അതുകൊണ്ട് തന്നെ പാൻക്രിയാസിൽ ആക്ട് ചെയ്താൽ പാൻക്രിയാസിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വാട്ടറും ബൈകാർബണേറ്റ്സും. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക? വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ്. ആ വാട്ടറും ബൈകാർബണേറ്റ്സും പാൻക്രിയാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏത് ഹോർമോൺ വേണം? സെക്രീറ്റിൻ. ഇനി മൂന്നാമത്തെ ഹോർമോണാണ് CCK. ഞാൻ ഫുൾ ഫോം നേരത്തെ പറഞ്ഞു, കോളിസിസ്റ്റോകൈനിൻ. കോളി എന്ന് പറഞ്ഞാൽ ഗോൾ ബ്ലാഡർ എന്നാണ് മെഡിക്കലി നമ്മൾ വിളിക്കുക. കോളി എന്ന് പറഞ്ഞാൽ ഗോൾ ബ്ലാഡർ. കോളിസിസ്റ്റോകൈനിൻ ഗോൾ ബ്ലാഡറിനെയും പാൻക്രിയാസിനെയും ആക്ട് ചെയ്യുന്ന, അതായത് CCK ആക്ട് ചെയ്യുന്നത് 2 സ്ഥലത്താണ്. ഒന്ന് ഗോൾ ബ്ലാഡറിൽ, രണ്ടാമത്തെ പാൻക്രിയാസിൽ. അപ്പോൾ 2 സ്ഥലത്തും ആക്ട് ചെയ്യും. എവിടേക്ക് ആക്ട് ചെയ്യുക? ഗോൾ ബ്ലാഡറിലും ആക്ട് ചെയ്യും, പാൻക്രിയാസിലും ആക്ട് ചെയ്യുന്ന ഹോർമോണാണ് CCK. അതുവഴി പാൻക്രിയാസിൽ നിന്ന് പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും, ഗോൾ ബ്ലാഡറിൽ നിന്ന് ബൈൽ റിലീസ് ചെയ്യും. അപ്പോൾ ഗോൾ ബ്ലാഡറിൽ നിന്ന് ബൈലും പാൻക്രിയാസിൽ നിന്ന് പാൻക്രിയാറ്റിക് ജ്യൂസും റിലീസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഹോർമോണാണ് CCK. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ അടിപൊളി ഒരു ബോക്സ് ആക്കി എഴുതണം. എൻട്രൻസിന് ചോദിക്കുന്ന ചോദ്യമാണ്, പബ്ലിക് എക്സാമിന് ചോദിക്കൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കളർഫുൾ ആയിട്ട് എഴുതുക. 3 കളറിൽ കൊടുത്തൊരു ബോക്സ് ആക്കി വെക്കുക.
വെക്കുക, നല്ല വൃത്തിയാക്കി വെക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ഹോർമോണാണ് GIP, പേരിലുണ്ട്, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന പെപ്റ്റൈഡാണ്. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണമോ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ നിന്ന് ഗ്യാസ്ട്രിക് ജ്യൂസ് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ GIT പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് GIP, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഇറ്റ് ഷുഡ് ബി പ്രിവെൻറ്റ് ആൻഡ് സപ്രസ് ദി ഗ്യാസ്ട്രിക് ജ്യൂസസ്. ഓക്കെ, ഇത്രയും ഹോർമോൺസ് ആണ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹാർട്ട്, കിഡ്നി, GIT. ഏതൊക്കെ 3 ഓർഗൻ? ഹാർട്ട്, കിഡ്നി, GIT. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് എഴുതണം, എഴുതാതിരിക്കരുത്, മടി കാണിക്കരുത്, വൃത്തിയായിട്ട് പഠിക്കണം, സംശയം ചോദിക്കണം. ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് ANF എന്നാണ്. അതിൻ്റെ ഫംഗ്ഷൻ വാസോ കൺസ്ട്രിക്ടർ ആണ്. വാസോ കൺസ്ട്രിക്ടർ വെസൽസ് ചുരുക്കുന്ന ആളാണ്. കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് എരിത്രോപോയിറ്റിൻ എന്നാണ്. ആ പേര് കേട്ട് കഴിഞ്ഞാൽ മറക്കൂല. എരിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോർമോൺ. ഇറ്റ് ഷുഡ് ബി സപ്പോർട്ട് പ്രൊഡക്ഷൻ ഓഫ് RBC. ഓക്കെ, RBC ഫോം ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ ബയോളജിയിൽ നമ്മൾ എരിത്രോപോയിസിസ് എന്ന് പറയാം. അപ്പോൾ എരിത്രോപോയിസിസിന് സഹായിക്കുന്ന ഹോർമോണാണ് എരിത്രോപോയിറ്റിൻ. നെക്സ്റ്റ് GIT പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 ഹോർമോൺസ്: ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, CCK, GIP. അതിൽ ഗ്യാസ്ട്രിൻ ആക്ച്വലി ഗ്യാസ്ട്രിക് ഗ്ലാൻഡിലാണ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. സെക്രീറ്റിൻ ആക്ച്വലി പാങ്ക്രിയാസിലാണ്, വാട്ടറും ബൈകാർബണേറ്റും പ്രൊഡ്യൂസ് ചെയ്യും. CCK ആക്ച്വലി ഗോൾ ബ്ലാഡറിലും പാങ്ക്രിയാസിലുമാണ്, അതുകൊണ്ട് ഗോൾ ബ്ലാഡറിൽ നിന്ന് ബൈലും സെക്രീറ്റ് ചെയ്യും, പാങ്ക്രിയാസിന് പാങ്ക്രിയാറ്റിക് ജ്യൂസും സെക്രീറ്റ് ചെയ്യും. GIP ഇറ്റ് ഷുഡ് ബി സപ്രസ് ദി ഗ്യാസ്ട്രിക് ഹോർമോൺസ്. ഗോട്ട് ഇറ്റ്? ഇനി സംശയം ചോദിക്കുക, ഇതാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ്. ഇനി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. വൃത്തിയായി ശ്രദ്ധിക്കുക. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ളത്? നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ള ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? ഏത് കുഞ്ഞു കുട്ടികൾക്കും അറിയാം അല്ലേ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് സാധാരണ നമ്മൾ പറയാം അല്ലേ? മനുഷ്യ ബോഡിയിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന? ഒന്നാമത് ഞാൻ ആദ്യം ബോഡിയിൽ കൂടെ കാണിച്ചു തരാം, പിന്നെ നമുക്ക് ബോഡിയിലേക്ക് പോകാം. 1 ഹൈപ്പോതലാമസ് ആണ്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സിൽ ഒന്നാമത്തത് ഹൈപ്പോതലാമസ്. 2 പീനിയൽ അല്ലെങ്കിൽ പൈനിയൽ, 2 പേരും അറിയപ്പെടും. ഹൈപ്പോതലാമസ്. സെക്കൻഡ് വൺ ഈസ് പീനിയൽ അല്ലെങ്കിൽ പൈനിയൽ. തേർഡ് വൺ തൊട്ട് നോക്കിയേ ഇവിടെ, പിറ്റ്യൂട്ടറി. ആ 3 ഹൈപ്പോതലാമസ്, പൈനിയൽ അല്ലെങ്കിൽ പീനിയൽ, പിറ്റ്യൂട്ടറി. 4ാമത്തത് ഇവിടെയാണ് തൈറോയിഡ്. നെക്സ്റ്റ് വൺ അതിൻ്റെ പുറകിൽ പാരാതൈറോയിഡ്, പാര വെക്കുന്നത് പോലെ തന്നെ പുറകിൽ പാരാതൈറോയിഡ്. അപ്പം 5 പിന്നെ നമ്മുടെ സ്റ്റേണത്തിൻ്റെ പുറകിലായി ബിഹൈൻഡ് സ്റ്റേണം അല്ലെങ്കിൽ ബിലോ ദി സ്റ്റേണം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡാണ് തൈമസ്. തൈമസ് കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിലായിട്ട് പാൻക്രിയാസ്. പാൻക്രിയാസ് കഴിഞ്ഞാൽ പിന്നെ കിഡ്നിയുടെ മേലെ കാണുന്ന 2 ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയും. അഡ്രിനൽ ഗ്ലാൻഡ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഗൊണാഡാണ്, ഗൊണാഡ്. ഹൈപ്പോതലാമസ്, പീനിയൽ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്, ദെൻ ഗൊണാഡ്. ഒന്ന് എഴുതി നോക്കിയേ ഏതൊക്കെ ഗ്ലാൻഡെന്ന് ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ എഴുതിക്കോളാം. ഏതൊക്കെയാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്ന ഗ്ലാൻഡ്സുകൾ? 1 ഹൈപ്പോ തലാമസ്, 2 പീനിയൽ അല്ലെങ്കിൽ പൈനിയൽ, 3 പിറ്റ്യൂട്ടറി, 4 തൈറോയിഡ്, 5 പാരാ തൈറോയിഡ്, 6 തൈമസ്, 7 അഡ്രിനൽ ഗ്ലാൻഡ്, 2 ഉണ്ട് ഗ്ലാൻഡ്സ്, 8 ഗൊണാഡ്സ്. ഗൊണാഡ്സിൽ തന്നെ 2 ടൈപ്പ്, 1 മെയിൽ ഗൊണാഡ്, 2 ഫീമെയിൽ ഗൊണാഡ്. മെയിൽ ഗൊണാഡിൻ്റെ പേര് ടെസ്റ്റിസ്, ഫീമെയിൽ ഗൊണാഡിൻ്റെ പേര് ഓവറി. ഇത് രണ്ടും ഓരോ ജോഡി വീതം ഉണ്ടാവും. ടെസ്റ്റിസ് ആൺകുട്ടിക്ക് 2, ഓവറി ഫീമെയിലിന് 2. ഇവിടെയാണല്ലോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഗ്ലാൻഡ്സ്, ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പോതലാമസ്, പീനിയൽ അല്ലെങ്കിൽ പൈനിയൽ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്,
adrenal gland, gonads. These are the glands which are producing hormones and should be present inside the body, and also it have no duct, that's why it is a ductless gland or endocrine gland. The hormone directly diffuse into the bloodstream, that's why it is a endocrine glands. So these endocrine glands, approximately 8 endocrine glands already wrote in board. So first one is hypothalamus, second one is pineal or pineal, third one is pituitary, master gland, and fourth one is thyroid, largest endocrine gland. Next one is parathyroid gland behind the thyroid. Then sixth one is thymus, it is a child gland or children's gland. Seventh one is adrenal gland, that is otherwise called the emergency gland. And eighth one, that is a gonad, it is a sex gland. They have two types of gonads. One is male gonad and second one is female gonad. Male gonad we are otherwise called testis, and female gonad, other name, that is ovary. One pair of ovary present in the female both side of the uterus, and one pair of testis present inside the scrotum in males. So these are the endocrine glands present in the human body. അപ്പോൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ബോക്സാക്കി വരച്ചു കഴിഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ഏതൊക്കെ നോക്കുക, അതിൻ്റെ ലൊക്കേഷൻ, പൊസിഷൻ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഹൈപ്പോത്തലാമസ് മറന്നു പോയത് ഓർഡറിൽ മറക്കരുത്, 8 ഗ്ലാൻഡും വളരെ കൃത്യമായി ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. ഗോട്ട് ഇറ്റ്? ഇനി ഓരോ ഗ്ലാൻഡ്സിനെ കുറിച്ചും അതിൻ്റെ ലൊക്കേഷനും പൊസിഷനും അതിൻ്റെ ഹോർമോൺസും അതിൻ്റെ ഫംഗ്ഷനും പഠിച്ചാൽ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. ആർ യു റെഡി? ഓക്കെ.